ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി വിധിയാണ് നടപ്പിലാക്കിയത്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ വിശ്വാസം സംരക്ഷിക്കുന്നതിനൊപ്പം നാടിന്റെ വികസനവുമാണ് ലക്ഷ്യമിട്ടത് എന്നും EP ജയരാജൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം പൂർത്തിയായി. പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. പാർട്ടി അതൊരു ആഗോള വിജയമായി കാണുന്നു. അങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. പഴനിയിലേക്ക് എല്ലാ ഭാഗത്തും ആളുകൾ പോകും. ഇപ്പോൾ കർണാടകത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ വരുമ്പോഴാകട്ടെ അത് നാടിൻ്റെ തന്നെ മൊത്തം ഒരു വളർച്ചയെയും വികസനത്തെയും സഹായിക്കുന്ന ഘടകമാണ്. ലക്ഷ്യങ്ങൾ വന്നെത്തുകയാണ്. അപ്പോൾ വരുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അവരുടെ പ്രശ്നം മനസ്സിലാക്കുക, അതുവഴി കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ഭാഗമാണ്. അതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നവർക്കാണ് യഥാർത്ഥത്തിൽ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യം. അവരുടെ നിരാശയുടെ രാഷ്ട്രീയമാണ് അവർക്ക്. ഇതിലിപ്പോൾ 2018 യുവതി പ്രവേശനം നടത്തിയ സർക്കാർ ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ എന്താണ് അതിൻ്റെ ഒരു നിലപാടിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അത് കഴിഞ്ഞു. അതൊരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനമല്ല, അത് കോടതിയുടെ നിരീക്ഷണമാണ്. കോടതിക്കെതിരായിട്ട് ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുമോ? ഗവൺമെൻറ് അതും വളരെ തന്ത്രപൂർവ്വം വളരെ സഹിഷ്ണുതയോടുകൂടി എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിച്ചു. ഇതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഗുണകരമല്ല. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് പിണറായി വിജയൻ ഒരു ഭക്തനാണെന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കും. അതിനെക്കുറിച്ച് ഞങ്ങൾ പോകേണ്ട കാര്യമില്ല. പിണറായി വിജയൻ ആരാണ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഉജ്ജ്വലനായൊരു വിപ്ലവകാരിയാണ്, മനുഷ്യസ്നേഹിയാണ്, എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം പഠിച്ചിട്ടുള്ള വലിയൊരു രാഷ്ട്രീയ നേതാവാണ്. ഞാൻ പറയുന്നത് ഇതിലൊക്കെ എന്താ കുറ്റം കാണേണ്ട കാര്യം? ആഗോള അയ്യപ്പ സംഗമം വലിയ വിജയമാണെന്ന് തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യം കേരളത്തിൻ്റെയും അഭിവൃദ്ധിയാണ്. അതൊരു വലിയ പ്രസ്ഥാനമായി വളർന്നു വരികയില്ലേ? അതിനെ പ്രോത്സാഹിപ്പിക്കുക വഴി കേരളത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കാൻ കഴിയും. അതായത് ആഗോള അയ്യപ്പ സംഗമം കേരളത്തിൻ്റെ പുരോഗതിക്ക് വരെ വഴിവെക്കും എന്നതാണ് EP ജയരാജൻ വ്യക്തമാക്കുന്നത്. കണ്ണൂരിൽ നിന്ന് വിനോദ് മൊറാർക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.